ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ മോനുവിനെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് എത്തിയപ്പോൾ പുലർച്ചെ 5:30-6 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനും ഉണ്ണിയും ഹാഫ് ഡേ ആണ് ലീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ തീരെ ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഇത്ര ലേറ്റ് ആവുമെന്ന് വിചാരിച്ചതുമില്ല. അപ്പോൾ ഞങ്ങൾ അത് ലീവ് ഫുൾ ഡേ ആക്കി. അങ്ങനെ ഉറങ്ങി ഉച്ച കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ കുറേ സീരിയസ് ആയ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യും, പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും, തല്ലുകൂടും, അങ്ങനെയൊക്കെ. അപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, മോനൊക്കെ എത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ഷെമിലും ഷാമോനൊക്കെ ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഷാമോനുമില്ല, ഓനും ദുബായി പോയിട്ടുണ്ട്. അപ്പോൾ നാജിനെയും ഷാമോനെയും മനുവിനെയും ഒക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ഇടങ്ങേറ് വരിക. പിന്നെ ഞങ്ങളങ്ങനെ ഒരുമിച്ച് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എങ്ങോട്ടും പോണ്ട, വെറുതെ വീട്ടിലിരിക്കണം എന്നായിരുന്നു സത്യത്തിൽ ആഗ്രഹം. പിന്നെ ആണ് സംസാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മോനും നമുക്ക് ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞത്. ഞങ്ങളിങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചൊരു പുറത്തുനിന്നൊരു ഡിന്നർ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഒക്കെ ഒരു മടി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ കുട്ടികളെ വാശിയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ട് നേരെ ഷെഫ് പാലാട്ട് വേണ്ടാന്ന് കുട്ടികൾ ആദ്യം പറഞ്ഞിരുന്നു. നമ്മളെപ്പോഴും പോകുന്ന സ്ഥലം നമുക്ക് വേറെ സ്ഥലം മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം പാരാമൗണ്ടാണ് കേട്ടോ. നമ്മൾ മുമ്പും പോയിട്ടുണ്ട്, പാരാമൗണ്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല. ഷബീറാക്കും ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തു. പാപ്പാക്ക് എന്തോ വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ മുന്നിലുള്ള പാർക്കിൽ നിന്ന് ഇല്ലൂന് എങ്ങനെയെങ്കിലും കണ്ണ് തെറ്റിക്കലാണ് ടാസ്ക്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ കണ്ണൊക്കെ പൊത്തി പിടിച്ചിട്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ അങ്ങനെ അടിപൊളി പാൽപ്പൊറോട്ടയും നൂഡിൽസും അൽഫാമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അത്ര വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 2 ബോട്ടിലും വാങ്ങി, വലിയമാർക്കുള്ള പാഴ്സലും വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട്.